ഹലോ എവരിവൺ, എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന CPU നോട്ടിഫിക്കേഷൻ എത്തിപ്പോയി. എല്ലാവരും അപ്ലൈ ചെയ്തെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന CPU എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഒരു പടി ഉയർത്തേണ്ടത്, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നിലവിലുള്ള റാങ്ക് ലിസ്റ്റ്, അതായത് ഇപ്പോൾ നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എല്ലാ ബറ്റാലിയൻ എടുത്ത് നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ നിയമനം നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം എടുക്കുകയാണെങ്കിൽ 316 പേരിൽ, അതായത് ഞാനിവിടെ പറയുന്നത് ഓപ്പൺ മെറിറ്റും ഓപ്പൺ കാറ്റഗറിയും മാത്രമാണ്. 316 അവസാനം നിയമനം ലഭിച്ച ആളുടെ റാങ്ക് എന്ന് പറയുന്നത് 198ആണ്. അവസാനം നിയമനം നടന്നത് 30-ാം തീയതിയാണ് കേട്ടോ. 30/12/25 ഈ വീഡിയോ എടുക്കുന്ന സമയത്തുള്ള ലേറ്റസ്റ്റ് ഡേറ്റ് ആണ്. ഇനി KAP 1 വരികയാണ്, എറണാകുളം ബേസിലുള്ളതാണെങ്കിൽ അവിടെ കുറച്ചുകൂടി നല്ലൊരു നമ്പറാണ്. 269 പേരിൽ 217 വരെ അവിടെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി മറ്റുള്ള ബറ്റാലിയനുകൾ നോക്കുകയാണെങ്കിൽ KAP തൃശ്ശൂരോ അല്ലെങ്കിൽ KAP പത്തനംതിട്ടയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നല്ല നമ്പറുകളാണ് അവിടെ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെയാണ്. പക്ഷേ കാസർഗോഡ് വരുമ്പോൾ മാത്രമാണ് ഒരു ചെറിയ എന്താ പറയുക, ഒരു വ്യത്യാസം കാണുന്നത്. അവിടെ 760 പേരുള്ള ലിസ്റ്റിൽ 242 വരെ അഡ്വൈസ് പോയിട്ടുള്ളൂ. ഇനി ഇടുക്കി KAP 5 നോക്കുകയാണെങ്കിൽ 240 പേരിൽ 209 പേര്, അതായത് ഏകദേശം 80% അടുത്തുള്ള പേർക്ക് എന്താണ് ഈ പറയുന്ന നിയമനം പോയിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൻ്റെ ഫിസിക്കലൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി MSP നോക്കുകയാണെങ്കിൽ 357 പേരിൽ 287 പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ വരികയാണെങ്കിൽ ജോലി കിട്ടാനുള്ള ചാൻസ് മുമ്പത്തെക്കാൾ വളരെ കൂടുതലാണ്. പക്ഷേ എങ്കിലും വേറെ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. 2019-20 ലിസ്റ്റിലെ ഓപ്പൺ കാറ്റഗറിയിലുള്ള ആളുകളുടെ എണ്ണം നോക്കിയേ, 1713. അതേ ലിസ്റ്റ് തന്നെ 23-24 വന്നപ്പോൾ എത്രയായി? 316 കുറഞ്ഞു. ഇനി KAP നമ്മുടെ 1 അല്ലെങ്കിൽ എറണാകുളം വരികയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ 269 പേരേ ഉള്ളൂ. പക്ഷേ പണ്ടത് 1203 പേരുടെ ലിസ്റ്റായിരുന്നു. അതേപോലെ തൃശ്ശൂരേക്ക് വരികയാണെങ്കിലോ 202 ഉള്ളത് പണ്ട് 2000-അടുത്തുള്ള ഒരു ലിസ്റ്റായിരുന്നു. അതായത് ഏകദേശം 10% കുറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം, നിങ്ങൾ ലിസ്റ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ലിസ്റ്റിൽ വരണ്ടേ? കാരണം ലിസ്റ്റ് ചെറുതായിക്കൊണ്ട് ഇരിക്കുകയാണ് ഓരോ വർഷം കഴിയുന്തോറും. അപ്പോൾ ഈ ചുരുങ്ങിയ ലിസ്റ്റിൽ ഇടം പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് നല്ല രീതിയിൽ കൂടുതലാണ്. അപ്പോൾ ആരും മടി പിടിച്ചൊന്നും ഇരിക്കരുത്. പരീക്ഷ നാളെയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനുള്ള കൂടുതൽ താല്പര്യം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ CPO ബാച്ചിലേക്കും അതേപോലെ WCPO ബാച്ചിലേക്കും അഡ്മിഷൻ തുടരുകയാണ്. CCയോടൊപ്പം കാക്കി അണിയാനുള്ള മോഹമുള്ള എല്ലാവർക്കും CCയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും CCയുടെ പേജുകൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.